എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് വരാനിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റങ്ങളനുസരിച്ച് അനുഭവപ്പെടാൻ പോകുന്ന സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. ഈ മാസത്തിൽ പ്രധാനപ്പെട്ട പല ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെയൊക്കെ ചലനങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ, അതുപോലെ സാമ്പത്തികത്തെ, കുടുംബത്തെ, ആരോഗ്യത്തെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയുടെ അവസാനം ഈ മാസം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹസ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. സൂര്യൻ സെപ്റ്റംബർ 16 വരെ 5-ാം ഭാവമായ ചിങ്ങത്തിലും അതിനുശേഷം 6-ാം ഭാവമായ കന്നിരാശിയിലേക്കും സംക്രമിക്കുന്നു. നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ സെപ്റ്റംബർ 18 വരെ 3-ാം ഭാവമായ മിഥുനത്തിലും അതിനുശേഷം 4-ാം ഭാവമായ കർക്കടകത്തിലേക്ക് നീചത്തിലേക്ക് മാറുന്നു. ബുധൻ സെപ്റ്റംബർ 7 വരെ ചിങ്ങൻ രാശിയിലും അതിനുശേഷം സെപ്റ്റംബർ 26 വരെ ഉച്ചരാശിയായ കന്നിയിലും തുടർന്ന് തുലാൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. വ്യാഴം 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി കർക്കടകൻ രാശിയിലാണ് നിലകൊള്ളുന്നത്. ശുക്രൻ സ്വക്ഷേത്രമായ തുലാൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി 12-ാം ഭാവത്തിൽ മീനാൻ രാശിയിൽ തന്നെ തുടരുകയാണ്. കണ്ടകശനിയുടെ 7.5 കണ്ടകശനിയുടെ ആദ്യ ഭാഗമാണ്. രാഹു 11-ാം ഭാവമായ കുംഭത്തിലും കേതു 5-ാം ഭാവമായ ചിങ്ങത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം പൊതുവെ വലിയ നേട്ടങ്ങളൊക്കെ തരുന്ന ഒന്നാണ്. സെപ്റ്റംബർ 16 വരെ 5-ാം ഭാവമായ സൂര്യൻ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാരണം ക്രിയേറ്റീവായ ജോലിയൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ ലീഡർഷിപ്പ് റോഡിലൊക്കെ ഉള്ളവർക്കും മികച്ച സമയമാണ്. സെപ്റ്റംബർ 16-ന് ശേഷം സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ശത്രുദോഷങ്ങളൊക്കെ മാറുകയും ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ ഉദ്യോഗമൊക്കെ ലഭിക്കാനോ അതുപോലെ നിലവിലുള്ള ജോലിയിലെ പ്രമോഷന്, ശമ്പള വർധനവ് എന്നിവയൊക്കെ ലഭിക്കാനോ സാധ്യത വളരെയധികം കൂടുതലാണ്. ജോലി സംബന്ധമായിട്ട് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് സെപ്റ്റംബർ 7 മുതൽ 26 വരെ ബുധൻ ഉച്ചത്തിൽ 6-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ സർക്കാർ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ ഉന്നത വിജയമൊക്കെ നേടാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 18-ന് ശേഷം രാശിയാധിപനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നീചസ്ഥനാകുന്നതിനാൽ തൊഴിൽ രംഗത്ത് അനാവശ്യമായ ധൃതിയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങളോ ഒക്കെ ഒഴിവാക്കേണ്ടതും ആണ്. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കാം. 7-ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ബിസിനസ് പങ്കാളിയുമായി നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും ഈ മാസം അനുകൂലവുമാണ്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 11-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. 4-ാം ഭാവത്തിൽ ഉച്ചത്തിൽ വ്യാഴം നിൽക്കുന്നു. ഇത് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നൽകും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, അതുപോലെ മുൻപ് കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയും കാണുന്നുണ്ട് ഈ മാസം. ഈ ചെലവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 12-ാം ഭാവത്തിലാണ് ശനി. ഇത് ശനി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് ചില അനാവശ്യ ചിലവുകളൊക്കെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അനാവശ്യമായ ആഡംബര ചിലവുകളും അതുപോലെ റിസ്ക്കൊക്കെ കൂടിയ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിലും പ്രണയത്തിലും ഈ മാസം മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷവും ആനന്ദവും ഒക്കെ നൽകും. പങ്കാളിയുമൊത്ത് യാത്രകളൊക്കെ നടത്താനൊക്കെയുള്ള അവസരങ്ങളും ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. 4-ലൊക്കെ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നത് വീടിന് സന്തോഷവും സമാധാനവും ഒക്കെ നൽകും. വസ്തുവാങ്ങൽ, ഗ്രഹനിർമ്മാണം എന്നിവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂല തീരുമാനങ്ങളൊക്കെ എടുക്കാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട സമയം സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വ 4-ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുമ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷമയുടെയൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ സമയത്ത്.
അതായത് സെപ്റ്റംബർ ഒരു 18-നൊക്കെ ശേഷം, ചൊവ്വയുടെ രാശിമാറ്റത്തിന് ശേഷം. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 7 മുതൽ 26 വരെയുള്ള സമയം പഠനത്തിലൊക്കെ മികച്ച പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ബുധൻ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുന്നത് പഠനത്തിൽ ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. എക്സാമൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ തന്നെയുള്ള വിജയമൊക്കെ ഈ സമയത്തുണ്ടാക്കാനും സാധിക്കുന്നതാണ്. നല്ല രീതിയിലൊക്കെ എക്സാമിനൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ, അതായത് സെപ്റ്റംബർ 18-ന് ശേഷം രാശിയാധിപനായ ചൊവ്വയ്ക്ക് നീചത്വമൊക്കെ വരുന്നതിനാലും ശനിയൊക്കെ 12-ൽ നിൽക്കുന്നതിനാലും ആരോഗ്യപരമായിട്ടൊക്കെ അല്പം ശ്രദ്ധ ആവശ്യമാണ്. രക്തസമ്മർദ്ദം, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രക്തദൂഷ്യം, ഉഷ്ണരോഗങ്ങളെ എന്നിവയൊക്കെ ഉള്ളവർ കൃത്യമായ പരിചരണം ഉറപ്പാക്കണം. അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ വാഹന ഉപയോഗത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം. സ്പീഡൊക്കെ അല്പം കുറച്ച് പോകേണ്ടതാണ്. അതുപോലെ രാത്രിയിലുള്ള യാത്രകളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ മാസത്തെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും മേടക്കൂറുകാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചൊവ്വാഴ്ചകളിലെ സുബ്രഹ്മണ്യ സ്വാമിക്കോ ഹനുമാൻ സ്വാമിക്കോ വഴിപാടുകളൊക്കെ നടത്തുക. കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തിയാൽ മതി. അതുപോലെ ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളുടെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ 7.5 ശനി ദോഷമൊക്കെ നടക്കുന്നതിനാൽ ശനിയാഴ്ചകളിലെ എള്ളുതിരിയൊക്കെ കത്തിക്കുന്നതും വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നതും ശനിദോഷങ്ങൾക്ക് ശമനം തരും. ശാസ്താവിന് നീരാഞ്ജനം വഴിപാടൊക്കെ നടത്തുന്നത് ശനി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് മൂലമുള്ള ദോഷങ്ങൾക്ക് ശമനം തരും. അതുപോലെ ദിവസവും രാവിലെ സൂര്യനമസ്കാരവും ആദിത്യ ഹൃദയ സ്തോത്ര മന്ത്രമൊക്കെ ജപിക്കുന്നത് ആരോഗ്യവും ഉദ്യോഗ പുരോഗതിയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ചുരുക്കത്തിൽ മേടക്കൂറുകാർക്ക് ചില ആരോഗ്യകാര്യങ്ങളിലും അതുപോലെ സംസാരത്തിലുമൊക്കെ അല്പം ശ്രദ്ധയൊക്കെ പുലർത്തിയാൽ സാമ്പത്തികമായും അതുപോലെ കരിയർപരമായും ഒക്കെ മികച്ച വിജയങ്ങളൊക്കെ നേടാൻ കഴിയുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.